അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വീക്കെൻഡായിട്ട് ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുകയെന്ന് വെച്ചു. എന്തായാലും ഞാൻ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങി. 11 11:30 വരെയൊക്കെ സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി. അതിന് ശേഷം എഴുന്നേറ്റ് ഞാൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ചായയൊക്കെ തയ്യാറായി. അത് കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് കുറച്ച് നേരം കൂടെ ഞാൻ മുസാഫൊക്കെ എടുത്ത് വെച്ചിട്ട് ഓതി. അപ്പോഴത്തേനും മന്തി തയ്യാറാക്കാനുള്ള പുറപ്പാടിലായി. നമ്മുടെ ഭാര്യയും അതേപോലെ തന്നെ മുമ്പ് മരണപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സാബിയും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രുചിയേറിയ ഭക്ഷണം ഉണ്ടാക്കിത്തരും. കാര്യത്തിൽ ഞാനും എൻ്റെ മക്കളും ഭാഗ്യവാന്മാരാണ്. എന്തായാലും അൽഹംദുലില്ലാഹ് മന്തിയൊക്കെ ഉണ്ടാക്കി അതിനാവശ്യമായ കൂട്ടുകൾ, മയോണിസം, മറ്റുള്ള സാധനങ്ങളൊക്കെ എൻ്റെ അജുവും കൂടെ ഹെൽപ്പറായി നിന്നുകൊണ്ട് ചെയ്തു. അജുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ കുക്കിങ്ങിലൊക്കെ പങ്കെടുക്കാനൊക്കെ. അപ്പോൾ അവനോട് ആ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ അവൻ ചെല്ലും. പഠിക്കാനാണെങ്കിൽ അവനോട് പറഞ്ഞാലും ചില സമയത്ത് ദേഷ്യപ്പെടും. കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവനക്ക് യാതൊരു കുഴപ്പമില്ല. അത് കാണുമ്പോഴത്തേനും ഓടിച്ചെന്നതൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യം അങ്ങനെയാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ നടന്ന ഭാഗ്യന്മാരാണ്. പായസം കൂടെ നിങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ കരുതി ഒക്കെ തയ്യാറാക്കി വെച്ച് 2 ബോട്ടിൽ പാൽ വാങ്ങി, അതേപോലെ സേമിയൊക്കെ വാങ്ങിച്ച് വെച്ച്. പക്ഷേ എല്ലാം കൂടെ ഒന്നും ഉണ്ടാക്കാൻ ആ സമയം തികഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മന്തിക്ക് ആവശ്യമായിട്ടുള്ള ചട്നി, അതേപോലെ മയോണിസം ഒക്കെ ഉണ്ടാക്കി നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങളെ മെസ്സാർക്ക് കൊടുത്ത്, കുട്ടികൾക്കൊക്കെ കൊടുത്ത് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് രാത്രിയിൽ ഞങ്ങൾ പായസം കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അച്ചാറാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഈ അച്ചാർ എന്ന് പറയണത് ഈ ഹോട്ടലിലും അതേപോലെ തന്നെ നമുക്ക് മെസ്സിന് അങ്ങനെയൊക്കെ തന്നെ ഉപയോഗിക്കാം. നല്ല അച്ചാർ തന്നെയാണ്. പക്ഷെ ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ വീടുകളിലൊക്കെ അങ്ങനെ വെക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഇതേപോലെ തന്നെ ഒരു വലിയ ബോട്ടിലൊക്കെ മേടിച്ചിട്ട് നമ്മൾ വെച്ച് കുറേ കാലങ്ങളോളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. ഡേറ്റ് ഉള്ളത് കൊണ്ട് ആ ഡേറ്റ് അനുസരിച്ച് അതിൽ ഡേറ്റ് കഴിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ അച്ചാറും തീർന്നു. അങ്ങനെ മന്തിയും അച്ചാറും ചിക്കൻ വറുത്തതൊക്കെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ആകെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടായുള്ളൂ. ഞങ്ങളുടെ മക്കളും മരുമോനും നാട്ടിലായി. 2 മക്കളും മരുമോനും നാട്ടിലായ ആ ഒരു വിഷമം ഞങ്ങൾക്കുണ്ടായി. അവരും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയേനും. എന്തായാലും അജുമോൻ ഇവിടെ ഉണ്ട്. അജുമോൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അവർ 2 പേരും മരുമോനും കൂടെ പോയി. അങ്ങനെ അവർ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം വരും എന്ന് വിചാരിക്കുന്നു. അവസാനം നമ്മുടെ മന്തി ഈ നാരങ്ങയും അതേപോലെ തന്നെ ഇത്രക്കും ബാക്കിയായി. പീസൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ നല്ല പോലെ കസക്കിയിട്ടാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ രാത്രി വേണ്ടവർക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയും അതേപോലെ തന്നെ ഷാനവാസ് പറഞ്ഞ പോലെ അവൻ ആഗ്രഹിച്ച പോലെ ഒരു പായസവും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പായസം ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതൊരു വിഷമമുണ്ടായി. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് അവർക്ക് ഫുഡ് കൊടുക്കുന്നതോട് കൂടിയിട്ട് പായസവും കൂടെ കൊടുക്കും. അങ്ങനെ ഇന്നത്തെ വീക്കെൻഡ് ഒരു ചിക്കൻ മന്തിയോട് കൂടിയിട്ട് അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ അടുത്ത ദിവസം നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.